ഏതാണ്ട് 2.5 വർഷങ്ങൾക്ക് ശേഷം നെയ്മർ ജൂനിയർ ബ്രസീൽ കുപ്പായം അണിയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ 981 ദിവസങ്ങൾക്ക് ശേഷം. കാരണങ്ങൾ കൂടുതലൊന്നുമില്ല, ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതെ, പരിക്കുകൾ അയാളെ വേട്ടയാടി. എന്നാൽ പരിക്കിൽ നിന്നും മുക്തനായി അയാൾ കളിക്കളത്തിലോട്ട്. പന്താട്ടം കൊണ്ട് വിസ്മയം തീർക്കാൻ നെയ്മർ ജൂനിയർ 2026 വേൾഡ് കപ്പിലോട്ട് വന്നിരിക്കുന്നു. സുൽത്താനില്ലാതെ എന്ത് വേൾഡ് കപ്പ്? സ്കോട്ട്ലാൻഡുമായുള്ള ബ്രസീലിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിലെ 75-ാം മിനിറ്റിൽ മാത്യൂസ് കൂനയ്ക്ക് പകരമായി നെയ്മർ ജൂനിയർ കളിക്കളത്തിലോട്ട് വരികയാണ്. 981 ദിവസങ്ങൾക്ക് ശേഷം ബ്രസീൽ കുപ്പായമണിഞ്ഞ് അയാളുടെ ആദ്യ മത്സരം. ഈ ഒരു ദൃശ്യത്തിന് കാത്തിരുന്നത് ബ്രസീൽ ഫാൻസ് മാത്രമല്ല, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന എല്ലാ ഫാൻസും കാത്തിരുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു നെയ്മർ ജൂനിയറിന്റെ അരങ്ങേറ്റം. പരിഹാസങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ട്. ബ്രസീൽ പ്രസിഡന്റ് പോലും നെയ്മറെ അവഗണിച്ചു. വർക്ക് ഫ്രം ഹോം എന്ന്. അതിനുള്ള മറുപടി സുൽത്താൻ കളിക്കളത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഫ്രം ഗ്രൗണ്ട് എന്ന്. കളിച്ച 20 മിനിറ്റും അയാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. എത്ര നല്ല കീ പാസുകളാണ് അയാൾ നൽകിയത്, എത്ര നല്ല ഡ്രിബ്ലിങ്ങുകളാണ് അയാൾ ചെയ്തത്. അതെ, മികച്ചൊരു പ്രകടനം തന്നെ നെയ്മർ കളിക്കളത്തിൽ കാഴ്ചവെച്ചു. ഈ നെയ്മർ വന്നത് ചുമ്മാ വന്ന് പോവാനല്ല, പലതും അയാൾ നേടിയെടുക്കാനുണ്ട്. പല വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും മറുപടി കൊടുക്കാനുമുണ്ട്. അതെ, ഈ വേൾഡ് കപ്പിൽ അയാൾ അത് നേടിയെടുക്കും. വേൾഡ് കപ്പ് എന്ന സ്വപ്നം അയാൾ സ്വന്തമാക്കും. തനിക്ക് നേരെ വായ കൊണ്ടുള്ള വെല്ലുവിളികളെ അയാൾ കളിക്കളത്തിൽ പന്താട്ടം കൊണ്ട് വിസ്മയം തീർപ്പിക്കും. അവർക്ക് അതിനുള്ള മറുപടി പന്ത് കൊണ്ട് നൽകും. അതാണ് അയാളുടെ ശീലം. അതിന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ 2021 കോപ്പ അമേരിക്കയുടെ ഫൈനൽ കണ്ടാൽ മതി. അയാളുടെ കാലുകളിൽ നിന്ന് പന്ത് ലഭിക്കാൻ ഫൗളല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതാണ് ആ മത്സരത്തിൽ കാണാൻ സാധിക്കുന്നത്. അതിൽ മനസ്സിലാക്കാം നെയ്മറുടെ റേഞ്ച് എന്താണെന്ന്. എതിരാളികൾ ഭയക്കുന്നത് അയാളുടെ ഓവർ കോൺഫിഡൻസ് ആണ്. അതാണ് അയാളുടെ അഹങ്കാരവും. ഈ നെയ്മറെ നിങ്ങൾ പേടിക്കേണ്ടതുണ്ട്, ഈ നെയ്മറെ നിങ്ങൾ ഭയക്കേണ്ടതുണ്ട്. ഇതൊരു ഭീഷണിയല്ല, അയാൾ വരുന്നുണ്ടെന്നൊരു ചെറിയൊരു സൂചനയാണ്.